പൊതുതെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ മണ്ഡലത്തിൽ നിന്ന് AM ആരിഫ് മാത്രമാണ് LDF സ്ഥാനാർത്ഥിയായി വിജയിച്ച് ലോക്സഭയിലേക്ക് എത്തിയത്. 19 ലോക്സഭാ മണ്ഡലങ്ങളും UDF-ലേക്ക് ചാഞ്ഞപ്പോൾ ഇടതുപക്ഷ മുന്നണിക്ക് 2019 ഇലക്ഷനിൽ കേരളത്തിൽ ആലപ്പുഴ മാത്രമേ പിടിക്കാനായുള്ളൂ. അന്നു മുതൽ ഇങ്ങോട്ട് ആലപ്പുഴയുടെ ചിരകാല സ്വപ്നങ്ങൾ ഓരോന്നായി അദ്ദേഹം നടപ്പിലാക്കുകയായിരുന്നു. ദേശീയ അന്വേഷണ ഏജൻസിക്ക് കൂടുതൽ അധികാരങ്ങൾ നൽകുന്ന ഭേദഗതി ബില്ല് ലോക്സഭയിൽ പാസ്സായപ്പോൾ എതിർത്ത് വോട്ട് ചെയ്തത് വെറും 6 പേർ മാത്രം. ദേശസുരക്ഷയെ എതിർക്കുന്നവർ ആരൊക്കെയെന്ന് കുരുക്ക് അമിത്ഷാ മുറുക്കിയപ്പോൾ ഇന്ത്യയിൽ പ്രതിപക്ഷം ഒന്നടങ്കം നിശബ്ദരായി. പാർലമെന്റിൽ കൊണ്ടുവന്ന NIA ഭേദഗതി വോട്ടെടുപ്പിൽ ബില്ലിനെ എതിർത്ത് പ്രസംഗിച്ച കോൺഗ്രസ് പോലും വോട്ട് ചെയ്തു. എന്നാൽ കേരളത്തിൽ നിന്ന് NIA ബില്ലിനെ എതിർത്ത് വോട്ട് ചെയ്തത് ആരിഫ് MP മാത്രം. ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർക്കെതിരെ ദുരുപയോഗം ചെയ്യപ്പെടുമെന്ന് ഭയന്ന ബില്ലിനെതിരെ ശബ്ദമുയർത്താൻ AM ആരിഫ് MP മാത്രമാണ് ഉണ്ടായതെന്ന് പറയണം. 1993 ആരംഭിച്ച MP ഫണ്ട് എന്ന പേരിൽ അറിയപ്പെടുന്ന മെമ്പർ ഓഫ് പാർലമെന്റ് ലോക്കൽ ഏരിയ ഡെവലപ്മെന്റ് സ്കീമിൽ പെടുത്തി ഓരോ പാർലമെന്റ് അംഗത്തിനും പ്രതിവർഷം 5 കോടി രൂപയാണ് വികസന പ്രവർത്തനങ്ങൾക്കായി ലഭിക്കുന്നത്. എന്നാൽ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ 2020-21 മുഴുവൻ തുകയായ 5 കോടിയും 2021-22 3 കോടിയും വെട്ടിക്കുറച്ചതോടെ 5 വർഷത്തിൽ 25 കോടി ലഭിക്കേണ്ട സ്ഥാനത്ത് കേവലം 17 കോടി മാത്രമാണ് ആരിഫ് MPക്ക് ലഭിച്ചത്. ഇത്രയും കുറഞ്ഞ തുക വിനിയോഗിച്ച് 48 ഗ്രാമപഞ്ചായത്തുകളിലും 4 നഗരസഭകളിലുമായി വ്യാപിച്ചു കിടക്കുന്ന മണ്ഡലത്തിൽ പരാതികൾ കിട നൽകാതെയും ഫലപ്രദമായും വിനിയോഗിക്കുക എന്നത് വലിയ വെല്ലുവിളിയാണ്. എന്നാൽ കൃത്യമായ ആസൂത്രണത്തിലൂടെ 100% തുകയും ചെലവഴിച്ച് പാർലമെന്റ് മണ്ഡലത്തിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിലെയും വികസന ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ശ്രമം ഫലപ്രാപ്തിയിലേക്ക് അടുക്കുകയാണ്. അടിസ്ഥാന സൗകര്യ വികസനം, ആരോഗ്യം, വിദ്യാഭ്യാസം, വിനോദസഞ്ചാരം എന്നിങ്ങനെ സർവതല സ്പർശിയായ വികസന പ്രവർത്തനങ്ങൾക്കാണ് അദ്ദേഹം MP ഫണ്ട് ഉപയോഗിച്ചതെന്ന് കാണാം. പ്രാദേശിക പ്രസരണകൾ നിർത്തലാക്കുന്നതിന്റെ ഭാഗമായി ആലപ്പുഴയിലെ ആകാശവാണി നിലയം അടച്ചുപൂട്ടാൻ 2020 നവംബറിൽ ഉത്തരവിട്ടപ്പോൾ ആരിഫ് MPയുടെ ഇടപെടലുകളാണ് പ്രക്ഷേപണം നിലയ്ക്കാതിരിക്കാൻ സഹായകമായത്. MPയുടെ പ്രതിഷേധത്തെ തുടർന്ന് നിലയം അടച്ചുപൂട്ടാനുള്ള ഉത്തരവ് പ്രസാർ ഭാരതി CEO മരവിപ്പിക്കുകയും പിന്നീട് റദ്ദാക്കുകയും ചെയ്തതോടെ ആലപ്പുഴ പ്രസരണിക്ക് പുതുജീവൻ ലഭിക്കുകയായിരുന്നു. 2021 നടന്ന ആലപ്പുഴ ആകാശവാണിയുടെ സുവർണ ജൂബിലിയിൽ പങ്കെടുത്ത് ആലപ്പുഴ നിലയത്തിന്റെ അനിശ്ചിതത്വത്തിനും പ്രതികൂല സാഹചര്യങ്ങൾക്കും പരിഹാരം കാണുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകി. ആരിഫ് MPയുടെ പരിശ്രമ ഫലമായി ദേശീയ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആലപ്പുഴ യൂണിറ്റ് പൂർണ്ണ സജ്ജമായതും ആലപ്പുഴയ്ക്ക് ആശ്വാസമായിരുന്നു. ഗവൺമെന്റ് TD മെഡിക്കൽ കോളേജ് കെട്ടിടത്തിൽ താൽക്കാലികമായി ആരംഭിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിന് സ്വന്തമായി കെട്ടിടം പണിയാൻ സംസ്ഥാന സർക്കാർ മെഡിക്കൽ കോളേജിനോട് ചേർന്ന് 1/2 ഏക്കർ സ്ഥലം കൈമാറിയതിനെ തുടർന്ന് 2011 നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചുവെങ്കിലും ഫണ്ടിന്റെ അപര്യാപ്തത മൂലം കെട്ടിട നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്ന അവസരത്തിലാണ് AM ആരിഫ് MP ആകുന്നത്. തുടർന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിലും ICMR-ലും നിരന്തരം സമ്മർദ്ദം ചെലുത്തിയതിന്റെ ഭാഗമായി 10 കോടി രൂപ കൂടി അനുവദിപ്പിക്കാൻ ആരിഫിനായതോടെയാണ് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് യാഥാർത്ഥ്യമായത്. BSL-3 നിലവാരത്തിലുള്ള ലാബ് സൗകര്യത്തോടൊപ്പം തുടർ ഗവേഷണ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന് സാധിക്കുമെന്നതും പ്രധാനമാണ്. കേന്ദ്ര സർക്കാരിന്റെ സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയത്തിന് കീഴിലുള്ള ആർട്ടിഫിഷ്യൽ ലിംസ് മാനുഫാക്ചറിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുമായി സഹകരിച്ച് ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്ക് ആവശ്യമായ സഹായ ഉപകരണങ്ങൾ സൗജന്യമായി ലഭ്യമാക്കുന്ന പദ്ധതിയിലൂടെ ഭിന്നശേഷിക്കാർക്ക് കൈത്താങ്ങാകാൻ ആരിഫ് MPക്ക് സാധിച്ചു എന്നതും ശ്രദ്ധേയമാണ്. ഫിഷറീസ് ആൻഡ് അക്വാകൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട് 161 കോടി രൂപ അനുവദിപ്പിക്കാനുള്ള വർഷങ്ങളുടെ ശ്രമം AM ആരിഫ് MP നടത്തിയ നിർണായക ഇടപെടലിനെ തുടർന്ന് സാധ്യമായതോടെ തീരദേശ ജനതയുടെ സ്വപ്നമായ ആർത്തുങ്കൽ മത്സ്യബന്ധന തുറമുഖം യാഥാർത്ഥ്യമാകുകയാണ്. ആലപ്പുഴ ബൈപ്പാസിന്റെ പൂർത്തീകരണത്തോടൊപ്പം AM ആരിഫിന്റെ ശ്രദ്ധ പതിഞ്ഞ വിഷയമായിരുന്നു ആലപ്പുഴ വഴിയുള്ള എറണാകുളം കായംകുളം തീരദേശ റെയിൽപാതയുടെ ഇരട്ടിപ്പിക്കൽ. 1980 ഉദ്ഘാടനം ചെയ്യപ്പെട്ട തീരദേശ പാതയുടെ കായംകുളം ഹരിപ്പാട് ഭാഗത്ത് മാത്രമാണ് ഇടപ്പാത ഉണ്ടായിരുന്നത് എന്നതിനാൽ ക്രോസിംഗിനായി ട്രെയിനുകൾ വിവിധ സ്റ്റേഷനുകളിൽ നിർത്തിയിടുന്നത് മൂലം യാത്രക്കാർക്കുണ്ടായിട്ടുള്ള സമയനഷ്ടം ചെറുതല്ല. ലോക്സഭാംഗമായി ചുമതലയേൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മുന്നിലുണ്ടായിരുന്ന ആദ്യ കടമ്പ പാത ഇരട്ടിപ്പിക്കലിന്റെ പകുതി ചെലവ് സംസ്ഥാന സർക്കാർ കൂടി വഹിക്കണമെന്ന റെയിൽവേ നിലപാടായിരുന്നു. ദക്ഷിണ റെയിൽവേയുടെ അന്നത്തെ ജനറൽ മാനേജർ മലയാളിയായ ശ്രീ ജോൺ തോമസ് മുഖാന്തരം തീരദേശ പാത ഇരട്ടിപ്പിക്കലിന്റെ പ്രാധാന്യം റെയിൽവേ ബോർഡ് ചെയർമാൻ ശ്രീ വിനോദ് കുമാർ യാദവിനെ ബോധ്യപ്പെടുത്താൻ ആരിഫ് നടത്തിയ പരിശ്രമങ്ങൾക്കൊടുവിലാണ് സ്വന്തം ചെലവിൽ തന്നെ പാത ഇരട്ടിപ്പിക്കാൻ റെയിൽവേ തീരുമാനം കൈക്കൊള്ളുന്നതും പിന്നീട് അതിനായി 1860 കോടി രൂപ അനുവദിക്കുന്നതും. ഇക്കുറിയും AM ആരിഫിനെ ആലപ്പുഴ ചേർത്ത് പിടിക്കുമോ എന്നറിയാൻ ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി കാത്തിരിക്കാം.